ഇന്ന് നമുക്ക് ഒരു ചാറ് കറിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 2 വലിയ കഷ്ണം മത്തങ്ങയും എടുത്തിട്ടുണ്ട്. മത്തങ്ങ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വേവ് അധികം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു കുക്കർ എടുത്ത് പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറൊന്ന് അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരെ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് നമ്മുടെ പരിപ്പ് വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം. പരിപ്പ് നല്ല രീതിക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മത്തങ്ങയും കൂടി ഇട്ട് ഒന്നും കൂടെ വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് മതി വേവൊക്കെ. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച മത്തങ്ങയും കൂടെ ചേർത്ത് ഒരു 2 പച്ചമുളക് കീറിയത്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പിലയും കൂടി വേണമെങ്കിൽ ഇടാം. അതും കൂടി ഇട്ട് ഒരു വിസിലും കൂടെ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. അതവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പിൻ്റെ കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. അരയാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ മത്തങ്ങയൊക്കെ പ്രഷറൊക്കെ പോയി നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 മത്തങ്ങയൊക്കെ ഉടച്ചും കൂടെ ചേർക്കാം. അപ്പോൾ ചാറൊക്കെ നല്ല രീതിക്ക് കുറുകി തന്നെ വരും. ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതവിടെ ഇരുന്നൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. തിളച്ച് വന്ന കറിയിലേക്ക് കടുകും കൂടെ പൊട്ടിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മത്തങ്ങ പരിപ്പ് ചാറ് കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.